നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,195 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിലായാലും 25,000 നടത്തിയ ഒരു ബൗൺസ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്ന ഏരിയ പോസിറ്റീവ് ആണോ നെഗറ്റീവിലാണോ നിലനിൽക്കുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഇൻട്രാഡേയിൽ നമുക്ക് നോക്കാം. നമ്മൾ ഇൻട്രാഡേയിൽ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ വളരെ കൃത്യമായിട്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റിലും വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇന്ന് പറയുന്നൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റുകൾ തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് നമുക്കൊരു വലിയൊരു നഷ്ടങ്ങൾ സംഭവിക്കരുത്. അപ്പം അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഓരോ സെക്ഷനിലും പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് എന്താണെന്ന് ശ്രദ്ധിക്കുക. 25,115, 25,138. 138 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ ഏരിയയിൽ ഓപ്പണിംഗ് ക്യാനൽ സംഭവിച്ചു നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. ഇത് 5 മിനിറ്റിൻ്റെ ക്യാനലാണ്. 5 മിനിറ്റിൽ ഒരു ആദ്യത്തെ ഒരു ക്യാനൽ തന്നെ 25,138 ബ്രേക്ക് ചെയ്തു. അതിനൊരു മുകളിൽ ക്ലോസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിൽ കയറി ക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴും പറയാറുള്ളതാണ്, ഓപ്പണിംഗ് ക്യാനൽ റെസിസ്റ്റൻസിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഹോൾഡ് ചെയ്താൽ ഡിപ്പിൽ വന്നാലും ഈ ഒരു ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്യാനൽ നിഫ്റ്റിയുടെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഓൾമോസ്റ്റ് വീഡിയോസിൽ ഇത് സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് എൻട്രി എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നിഫ്റ്റി ആയാലും 27,138 മുകളിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ടായി നിലനിർത്തി. ഇതിന് പിന്നിലത്തെ ഒരു ലോജിക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ എക്സാക്റ്റ് റെസിസ്റ്റൻസ് നൽകുന്നത് മെയിൻ ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ് ആ ഒരു റെസിസ്റ്റൻസ് നൽകുന്നത്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, ഒരു 5 മിനിറ്റ് കാലിൽ സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റിൽ ഡിപ്പിൽ വന്നു കഴിഞ്ഞാൽ ബയേഴ്സ് ആക്റ്റീവ് ആവും. ഡിപ്പിൽ വരുമ്പോൾ അടുത്തൊരു സപ്പോർട്ടിൽ നിന്നായിരിക്കും പൊസിഷൻ കവർ ചെയ്യുന്നത്, അതായത് ഷോർട്ട് പൊസിഷൻ കവർ ചെയ്യുന്നത് സപ്പോർട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഈ 5 മിനിറ്റ് കാലിൽ തന്നെയാണ്. അതായത് 5 മിനിറ്റ് കാലിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഈ ഒരു ലോ തന്നെയാണ് ഇന്നത്തെ ലോ. അതുകൊണ്ടാണ് നിഫ്റ്റിയിൽ ഇന്ന് വന്നിരിക്കുന്ന ലോ സപ്പോർട്ടായി എടുത്ത് വീണ്ടും 25,138 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. നിഫ്റ്റി അതിൻ്റെ സ്ട്രെങ്ത് കാണിച്ചു. പിന്നീട് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 27,200 റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി നിഫ്റ്റി നെഗറ്റീവ് ആകുന്നത് 27,198 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. അതിൻ്റെ താഴത്തേക്ക് ഒരു ക്യാനൽ സസ്റ്റെയിൻ ചെയ്താലാണ്. ഇവിടെ നിഫ്റ്റി ആയാലും വളരെ ഈസി ആയിട്ട് 27,200 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അപ്പം അതിനുശേഷവും മാർക്കറ്റിൽ സംഭവിച്ചു നോക്കുക. സൈഡ് വേസ് മൊമെന്റ് ആയിരുന്നാലും നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ വർക്കിംഗ് നോക്കുക. അതിനുശേഷം ആയാലും നമുക്ക് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഈ ക്യാനൽ ശ്രദ്ധിക്കുക. ഈ ഒരു ക്യാനലാണ്. ഈ ഒരു ക്യാനൽ താഴത്തേക്ക് ക്ലോസ് ചെയ്തിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റം താഴത്തേക്കും മുകളിലേക്കും കിട്ടാഞ്ഞത്. കാരണം താഴത്തേക്ക് ഒരു മൊമെന്റം കിട്ടണമെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ താഴത്തേക്ക് ആ സഡൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരും, അടുത്തൊരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും. പക്ഷേ അവസാനത്തെ ഒരു സെക്ഷനിലായിരുന്നു ആ ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമായാലും മൊമെന്റം കുറച്ച് സമയം നെഗറ്റീവ് ആയിരുന്നു. സൈഡ് വേസ് ആയിരുന്നാലും കുറച്ച് സമയം നെഗറ്റീവ് ആയിരുന്നു. അതിനുശേഷം മുകളിൽ കയറി ക്ലോസ് ചെയ്തെങ്കിലും നിഫ്റ്റിയുടെ ക്ലോസിങ് 27,200 താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ക്ലോസിങ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്താണ്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഇത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. നമുക്ക് ലോങ് ടൈം വ്യൂ നോക്കാം. ലോങ് ടൈം വ്യൂ അതായത് ഡെയിലി ടൈം ഫ്രെയിലാണ്. ഡെയിലി ടൈം ഫ്രെയിൽ നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും മുൻ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിയുടെ ട്രെൻഡ് ഷോർട്ട് ടൈം നെഗറ്റീവിലേക്ക് കടന്നിട്ടുണ്ട്. നിഫ്റ്റിയുടെ ട്രെൻഡ് സ്റ്റിൽ ഷോർട്ട് ആൻഡ് നെഗറ്റീവിൽ തന്നെയാണ്. കാരണം മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിലനിൽക്കുമ്പോൾ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് വരിക 27,320 റെസിസ്റ്റൻസ് വരിക. അപ്പോൾ 320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി മുകളിലേക്ക് ഒരു മൊമെന്റത്തിന് സാധ്യത. കാരണം ഇതിന്റെ ഒരു സ്ട്രെങ്ത് കുറയുന്നത്, സെല്ലേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് കുറയുന്നത് 320 അടുത്തെത്തും തോറും ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എപ്പോഴും
ഷോർട്ട് സെല്ലേഴ്സ് എപ്പോഴും ആക്റ്റീവ് ആകുന്നത് സപ്പോർട്ടിന് ഒരു താഴെയാണ്. അതായത് അവരുടെ ഒരു സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് നിന്നാണ് എപ്പോഴും ബയേഴ്സ് ഷോർട്ട് സെല്ലേഴ്സ് ആക്റ്റീവ്. അതേപോലെ തന്നെ മാർക്കറ്റ് ഒരു ബൈയിലേക്ക് വന്നാലും എപ്പോഴും ബയേഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുക സപ്പോർട്ടിന്റെ ഒരു തൊട്ടടുത്ത് നിന്നായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിലായാലും നിഫ്റ്റിയുടെ സിറ്റുവേഷൻ സംഭവിച്ച പോലെ ഇതാണ് ഇന്നത്തെ സപ്പോർട്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് ആ ഒരു ബയേഴ്സ് എപ്പോഴും ആക്റ്റീവ് ആവും. കാരണം ചെറിയ റിസ്കിൽ പൊസിഷൻ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അതേപോലെ നമ്മൾ ലോങ് ടൈം വ്യൂവിൽ പറയുമ്പോഴായാലും നിഫ്റ്റി ട്രെൻഡ് നെഗറ്റീവാണ്, ബട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ഷോർട്ട് സെല്ലേഴ്സ് ആക്റ്റീവ് ആകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുമ്പോൾ ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. പക്ഷേ ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ ട്രെൻഡ് നെഗറ്റീവ് ആയാലും റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക്, അതായത് ഇത് 5 മിനിറ്റ് ആണ്, റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഒരിക്കലും നമ്മൾ ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കരുത്. കൃത്യമായിട്ടുള്ള നമുക്കൊരു ഡയറക്ഷൻ കിട്ടണം. ഇപ്പം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയാലും നമുക്കൊരു ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷേ അത് അവസാനത്തെ ഒരു സെക്ഷനിലായിരുന്നു വന്നിരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വലിയൊരു മൊമെൻ്റം മാർക്കറ്റിൽ കിട്ടിയിരുന്നില്ല. പക്ഷേ മാർക്കറ്റ് ഇന്ന് ടോട്ടലി ഇൻട്രാഡേ ലെവലിൽ ടോട്ടലി ബൈ ട്രെൻഡിലായിരുന്നു. അപ്പോൾ മാർക്കറ്റ് സെല്ലിലായാലും ബോത്ത് സൈഡിലേക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിലായാലും സൂചിപ്പിച്ചിരുന്നത്. കാരണം മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ ബോത്ത് സൈഡിലേക്ക് റെസിസ്റ്റൻസ് വരെ മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടായിരുന്ന 25,000 നിന്നാണ് നിഫ്റ്റി ആ ഒരു ബൗൺസ് നടത്തിയിരുന്നത്. പൊസിഷനിൽ ട്രേഡ് മാനേജ് ചെയ്യുന്നതും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിയെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും അവസാനത്തെ ഒരു സെക്ഷനിൽ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത് നോക്കുക. എപ്പോഴും ആ ഒരു അവസാനത്തെ ഒരു സെക്ഷനിൽ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് അതിനനുസരിച്ച് അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും മാർക്കറ്റിൽ സംഭവിക്കുന്നത്. 25,155 ഞാൻ അവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 25,198 ഞാൻ അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ശ്രദ്ധിക്കണം. 25,155 താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയും ബൈയുടെ ഓപ്പർച്യൂണിറ്റിയും പറയുന്ന വ്യത്യാസമുണ്ട്. എപ്പോഴും മാർക്കറ്റിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ മാനേജ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മാനേജ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് മനസ്സിലാക്കുക. 25,155 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാനിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി തന്നെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാം. ഈ ഒരു ലെവലിൽ നിന്ന് 25,155 ബ്രേക്ക് ചെയ്ത ക്യാനിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവലായാലും ഞാനിവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് യൂസ് ചെയ്യേണ്ടത്. ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി 27,155 താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ തന്നെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഈ ഒരു സപ്പോർട്ടിൻ്റെയും കൂടി താഴത്തേക്ക് 27,135 സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ വീക്ക്നെസ് ആണ്. ഇനി അടുത്ത സപ്പോർട്ട് വരുന്നത് 25,100 ആണ്. 25,100, 25,100, 25,115 ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 27,100 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ബൈക്കാണ് ശ്രമിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 27,100 ഹോൾഡ് ചെയ്തുകൊണ്ട് 115 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ റെസിസ്റ്റൻസ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഈ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യും. 27,135, 155 എന്ന് പറയുന്ന റേഞ്ച്, ഈ റേഞ്ചിൽ നിന്ന് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഫാൾ വന്നു കഴിഞ്ഞാൽ 27,135 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ ബൈക്കായാലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലാണ് ഈ 135 ഹോൾഡ് ചെയ്തുകൊണ്ട് 155 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് റെസിസ്റ്റൻസ് 200 അടുത്ത് തന്നെ വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും. 200 അടുത്ത് നിന്ന് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇത് 25,198 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല, ഈ ഒരു ലെവലാണ്. ഇൻ കേസ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും 27,155 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ബൈയുടെ ഓപ്പർച്യൂണിറ്റി 135 ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും 135 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ആ ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ കുറച്ചൊരു
കൺജസ്റ്റഡ് ഏരിയ ആണ്. പ്രത്യേകം പറയുന്ന രീതികൾ ശ്രദ്ധിക്കുക. അതായത് 27,200 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്, ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. അതായത് 27,200 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ലിന് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 27,200 മുകളിലാണ്, 27,224 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാം. 27,224 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 27,024 മുകളിൽ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലല്ല, ശരിക്കും നല്ല സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വരിക, 27,198. ഇതാണ് റൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇതിന് മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 27,265 ആണ്. ഹയർ ലെവലിലേക്ക് എത്തും തോറും ശ്രദ്ധിക്കുക, 300 അടുത്ത് എത്തും തോറും സ്ട്രോങ് റെസിസ്റ്റൻസുകളാണ്. ഇൻ കേസ് 265 മുകളിൽ പോയാലും 265 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ആയാലും 27,320 ഹയർ ലെവലിലെ സ്ട്രോങ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല, ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇൻ കേസ് താഴത്തേക്ക് വന്നാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും നമ്മളെപ്പോഴും റൈറ്റ് എൻട്രി എടുക്കേണ്ടത് റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് വീണ്ടും 27,224 മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവലിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി. ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ആക്റ്റീവ് ആകുക. 27,000 ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 27,200 താഴെ, അതായത് 27,198 താഴെ ഷോർട്ട്സിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കാവുന്നതാണ്. പിന്നെ ലോവർ ലെവലിൽ നമുക്കൊരു തുടക്കത്തിലൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് 27,100 ഹോൾഡ് ചെയ്യുമ്പോഴാണ്. 27,200 ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 200 ഹോൾഡ് ചെയ്ത് 215 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും റെസിസ്റ്റൻസ് തൊട്ടടുത്താണ്. 27,135 27,155 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സഡൻ ഫാള് മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ 27,135 താഴെ ഓപ്പൺ ചെയ്തു, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഇതിൻ്റെ ഒരു താഴെ ചെറിയ ടൈം ഫ്രെയിമിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സഡൻ ഫാള് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ലോവർ ലെവലിലേക്ക് സപ്പോർട്ട് വരുന്നത് 27,055 വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സപ്പോർട്ട് വരുന്നത് 27,030, അതേപോലെ തന്നെ 27,020. അതായത് 27,020 ഹോൾഡ് ചെയ്തുകൊണ്ട് 30 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട് സെല്ല് 27 അല്ല ഇനി സപ്പോർട്ട്, ഇനി 27 സൈക്കോളജിക്കൽ സപ്പോർട്ട് അവിടെ വർക്ക് ചെയ്യില്ലേ. 27,020 താഴെ സസ്റ്റെയിൻ ചെയ്താൽ 27,030 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,980 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷം കുറച്ചധികം വീക്ക്നെസ് ആണ്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. 800 അടുത്താണ് സപ്പോർട്ട് നൽകിയിരിക്കുന്നത്, 855 820 ഈ ലെവലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകളായി ആക്ട് ചെയ്യും. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റിൽ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ വീണ്ടും കാണാം. താങ്ക്